നാളെ പടച്ച തമ്പുരാൻ എന്നോട് നിങ്ങളോടും ചോദിക്കുകയാ, മോനെ നിന്റെ മക്കളെ നീ എങ്ങനെയാ അവിടുന്ന് നോക്കിയത്, എങ്ങനെയാ പരിപാലിച്ചത് എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോ അവനിക്ക് തോന്നിയതുപോലെ നടന്നിരുന്നു അല്ലാ, ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലാ എന്ന് പറഞ്ഞ അവിടുന്ന് രക്ഷപ്പെടുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ നന്മയും തിന്മയും എല്ലാം എടുത്തിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ നിന്നെ പിറകെ വിളിച്ചിട്ടോ നിന്റെ മക്കള് നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുന്ന കാലഘട്ടം വരുമല്ലോ. ആ ഒരു സാഹചര്യത്തിലേക്ക് നീ കടന്നു പോകരുത്. ആ ചിന്തകളിലേക്ക്, മോഹങ്ങളിലേക്ക് എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ആ ഒരു സന്ദർഭത്തിലേക്ക് നീ പോകാൻ പാടില്ല. അതിന്റെ വേണ്ടത് ദുനിയാവിൽ വെച്ചിട്ട് നിന്റെ മക്കളെ നീ സംരക്ഷിച്ചോ. നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ചിന്തയുണ്ടല്ലോ, ആ വലിയ കർമ്മമുണ്ടല്ലോ, അവിടെ ജീവിതത്തിലേക്ക് നീ എടുത്തു കൊടുക്കണേ. അതിന് വേണ്ടത് ആദ്യം നമ്മൾ നന്നാവല, ആദ്യം നമ്മൾ നന്മ ചെയ്യല. ആ നന്മ നമ്മൾ ചെയ്ത ആ നന്മയാർന്ന പ്രവർത്തനം ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്ന എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും അവിടുന്ന് പരാജയപ്പെടില്ല. നമുക്ക് നല്ല മരണം വേണമല്ലോ, നമ്മുടെ മക്കൾക്ക് നല്ല മരണം വേണമല്ലോ. നല്ല മരണക്കത്തെ കാത്തിരിക്കുന്നവരാകണം നമ്മള്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോ കാണുകയാ, മംഗലാപുരം ഭാഗത്തൊരു മഖാമില് ഹനീഫ ഉസ്താദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന് പഠിച്ചവനെ കമന്റിൽ അങ്ങനെയാ കണ്ടത്, അതിന്റെ ഹെഡിങ്ങിൽ അങ്ങനെയാ കണ്ടത്, അല്ലാഹുവേ ആ മഖാമിന്റെ ചാരത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയാ. ഉറക്കെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്ന് പടച്ചവനെ ഇരിക്കുകയാ. അതാ നിലത്ത് വീഴുകയാണ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ലോകത്തോട് വിട പറയുകയാ. ഈ മഹാനായ പണ്ഡിതനുണ്ടല്ലോ, അവിടെ നിന്ന് ഓരോ മഖാമുകൾ ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാ, ആലിമീങ്ങളെ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനായ ഉസ്താദാ. പഠിച്ചവനെ അല്ലാഹുവേ, ഓരോ മഖാമുകൾ ഇങ്ങനെ സിയാറത്ത് നടത്തി അവിടെ നിന്ന് ദിക്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു മഹാനാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയോ, ചുറ്റും നിൽക്കുന്ന റവന്തം വിടുകയോ, എല്ലാവരും കേൾപ്പിച്ചിട്ട് അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അവിടുന്ന് മരണപ്പെടുന്ന വാർത്ത കാണുകയാ. വാപ്പാ നമുക്കും മരിക്കണ്ടേ എങ്ങനെ? വാപ്പാ നമുക്കും മരിക്കണ്ടേ എങ്ങനെ? നമ്മളും അങ്ങനെ മരണത്തെ കൊതിക്കേണ്ടവരാണല്ലോ. പടച്ചവനെ, നല്ല മരണമാ വേണ്ടത്. മരണമെന്ന് പറഞ്ഞാ പല മാപ്പമാര് പറയും, ഉസ്താദേ ഓർമ്മിപ്പിക്കല്ലേ, ഉസ്താദേ മരണത്തെ ഓർമ്മിപ്പിക്കല്ലേ. അങ്ങനെ പറയുന്ന എത്രയോ വാപ്പമാര് സഹോദരന്മാരുണ്ടെന്നറിയോ? പേടിയാ പേടിയാ എന്ന് പറയുന്നവനെ, നിന്റെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുമെന്നുള്ള ഏറ്റവും വലിയ ഉത്തമമായ ബോധം നിനക്കുണ്ടോ? ആ മരണം നിന്നെയും പിടികൂടുമെന്നുള്ള ബോധം നിനക്കുണ്ടോ? ആ ബോധം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വന്നോ? മോനെ, നമ്മൾ വിജയിച്ചല്ലോ. അല്ലാതെ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പിൽ, ആഡംബരങ്ങൾക്ക് മുമ്പിലോ ഇങ്ങനെ കഴിഞ്ഞുകൂടാനാ നിന്റെ സാഹചര്യമെങ്കിലോ അസ്റായീൽ വന്നാ പൊട്ടിക്കരയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ആളുകളുണ്ടല്ലോ മോനെ, അവിടെ കൂടെ നിൽക്കുന്നീ. അവരെങ്ങനെയാ ജീവിച്ചതെന്ന് പറയൂ. ഇന്ന് അവിടൊക്കെ ചരിത്രങ്ങളും കഥകളും പടച്ചവനെ നമ്മളൊക്കെ വാതോരാതെ പറയുന്നവരാ. പടച്ചവനെ, മഹാനായ ബാഫഖി തങ്ങളുടെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ, ശംസുൽ ഉലമയുടെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ, കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ, ചെറുശ്ശേരി ഉസ്താദിന്റെ, കാളമ്പാടി ഉസ്താദിന്റെ, കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പടച്ചവനെ, ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാന്മാരാ, അല്ലാഹുവിന്റെ ഔലിയാക്കളാ. അവരുടെ മരണം കണ്ടില്ലോ. എത്രയാ ജനങ്ങളാ ഒരുമിച്ച് കൂടിയത് അവരുടെ ജനാസ ഖബറടക്കാൻ.
പടച്ചവനെ ആയിരങ്ങളാ തടിച്ചു കൂടിയിട്ടുള്ളത്. ഒരു നോക്കൊന്നു കാണാൻ, ഒരു നിമിഷമൊന്നു കാണാൻ പടച്ചവനെ തടിച്ചു കൂടിയ ജനസാഗരങ്ങൾ നമ്മൾ കണ്ടിരുന്നല്ലോ മോനെ. അതെല്ലാം കാണുന്നത് എന്തിനെന്നറിയോ? അതെല്ലാം നമ്മൾ അറിയുന്നത് എന്തിനെന്നറിയോ? അവിടേക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് നന്മകളുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പടച്ചവനെ അവിടെ നിന്ന് കണ്ണീരിലാഴ്ത്തുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തില് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നിനക്ക് കഴിയണല്ലോ പടച്ചവനെ. മഹാനായ കോഴക്കുട്ടി ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖബർ കുഴിച്ചു വെച്ചിട്ട് ജീവിച്ച മഹാനാ. പടച്ചവനെ കാണാ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ അവസാനം പടച്ചവനെ അവിടുന്ന് ജനങ്ങൾ അധികരിച്ചപ്പോ ഒരു പായ വെച്ചിട്ട് മണ്ണിട്ടതിനെ മറച്ചിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ജീവിതകാലത്ത് തന്നെ ഖബർ കുഴിച്ചു വെച്ചിട്ട് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിച്ച മഹാന്മാരാ, അല്ലാഹനെ പേടിച്ചിട്ട് ജീവിച്ച മഹാന്മാരാ, റസൂലുള്ളാഹിനെ പേടിച്ചിട്ട് അവിടുന്ന് ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു പോയ മഹാന്മാരാ. അവരുടെ കൂടെയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണ്ടേ? അവരുടെ കൂടെയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണ്ടേ? വാപ്പ അവിടുന്ന് പരിശ്രമിച്ചിട്ടുണ്ടോ? ഉമ്മ അവിടുന്ന് പരിശ്രമിച്ചിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഹൂറിമാരുണ്ടല്ലോ, ആ ഹൂറിമാരുടെ കൂടെ പടച്ചവനെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവരുടെയൊക്കെ കൂടെയുണ്ടല്ലോ. അല്ലാഹുവേ നിനക്ക് ഉല്ലസിക്കണ്ടേ? നിന്റെ ജീവിതത്തിൽ അവരാകണം ഏറ്റവും വലിയ റോൾ മോഡല്. അവരെങ്ങനെയാ ജീവിച്ചത്? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചു പോയത് എങ്ങനെയാ? പടച്ചവനെ ഇന്ന് മഹദിമാടൊക്കെ ജനാസകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഖബറിൽ പോയിട്ട് നമ്മളൊക്കെ സിയാറത്ത് നടത്തുന്നവരാണല്ലോ. എല്ലാം നടത്തും, എല്ലാം കേൾക്കും, എല്ലാം അറിയും, ദിക്റിലും സ്വലാത്തിലും വഅദിലും ഒക്കെ പങ്കെടുക്കും. എന്നാലോ അത് കഴിഞ്ഞാ പിന്നെ ആ ചിന്തയില്ലല്ലോ. ആ ചിന്ത അങ്ങ് ഹൃദയത്തിനകത്ത് അങ്ങോട്ട് മാറ്റി കളയുന്ന സ്വഭാവക്കാരാ ചില ആളുകൾ അല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ എടുത്തു നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരണപ്പെട്ടു പോയ, ലോകത്ത് വിട പറഞ്ഞു പോയ മഹാന്മാരാ, അള്ളാന്റെ ഔലിയാക്കളായ ആളുകളാ ഇന്ന് എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സമസ്തയിലുള്ളത്. ആ അള്ളാന്റെ ഔലിയാക്കൾ പടുത്തുയർത്തി ആ സമസ്തയുടെ ചാരി നിൽക്ക്, അതിന്റെ കൂടെ നിൽക്ക്. അതിന്റെ കൂടെ നിന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണോ അവിടെ ഉണ്ടാകും നമ്മൾ. ആരുടെ കൂടെയാണോ നമ്മൾ, അവരെവിടെയാണോ അവിടെ നമ്മൾ ഉണ്ടാകും. മനസ്സിലായോ? അവര് നന്മയുടെ പക്ഷം ചേർന്ന് നിന്നവരാ, അള്ളാനെ പേടിച്ച് ജീവിച്ചവരാ, തഖ്വയുള്ള പണ്ഡിതന്മാരാ. അവരുടെ അദബിലും അച്ചടക്കത്തിലും നമ്മൾ കണ്ടാൽ, അവരതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളും അതുപോലെയാകും. നമ്മളും അതുപോലെയാകും. അല്ല, നമ്മുടെ ജീവിതത്തിൽ നന്മയില്ലെങ്കിൽ, അതെല്ലാം നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്നവരാണെങ്കിൽ, ഹറാമിന്റെ പേക്കൂത്തുകൾ കാട്ടുന്നവർ, എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, വല്ല സിനിമാ നടന്മാരെ, സീരിയൽ നടന്മാരെ, അല്ലെങ്കിൽ വല്ല DJ പാർട്ടിയൊക്കെ നടത്തുന്ന ആളുകളെ കാണുമ്പോൾ അവന്റെ കൂടെ അവന്റെ ഫോട്ടോയും അവന്റെ പാട്ടും കേട്ട് അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നീയും നടക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ പരാജയം തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് ദുനിയാവിൽ നിന്ന് ആരുടെ കൂടെയാണോ ആഖിറത്തിൽ അവന്റെ കൂടെ ഉണ്ടാകും. അവൻ നരകത്തിലേക്കാണെന്നെങ്കിൽ നീയും അവന്റെ കൂടെ പോകും. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനാണെങ്കിൽ നീയും അവന്റെ കൂടെ ഉണ്ടാകും സ്വർഗത്തിൽ. മനസ്സിലായോ? അതുകൊണ്ട് നല്ലൊരുത്തനെ തെരഞ്ഞെടുത്തോ, നല്ലൊരു കൂട്ടുകാരനെ കണ്ടെത്തിക്കോ, നല്ലൊരു ഫാൻസിനെ നീയും ഉണ്ടാക്കിക്കോ. അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചോ. ഹബീബ് സ്വർഗത്തിലാ. ആ ഹബീബ് ആ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. അതുകൊണ്ട് ആ മുത്തുനബിയെ സ്നേഹിച്ചാൽ, ആ മുത്തുനബിയെ സ്നേഹിച്ചവരെ സ്നേഹിച്ചാൽ, ആ റസൂല് പോകുന്ന സ്വർഗത്തിലേക്ക് അവരുടെ കൂടെ നമുക്കും പോകാം. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അവരെ സ്നേഹിച്ചിട്ടെങ്കിലും അള്ളാഹിന്റെ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയണ്ടേ? അല്ലേ? 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 അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാമീൻ പറഞ്ഞേ, നാമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ റബ്ബിനെ ഇബാദത്തുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയ പടച്ചവനെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവൂലടാ.
ജീവിതത്തിൽ ഒന്നും ഉണ്ടാകൂല അല്ലേ? നമ്മുടെ നിസ്കാരം നിർത്തുവൊക്കെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള ചിന്ത വരും, പടച്ചോനെ നാളെ ഇപ്പൊ എന്തൊക്കെ ചെയ്യാണ്ട്, ഇന്നിപ്പോ ഉച്ചക്ക് എന്താ കൂട്ടാനുണ്ടാക്കുക. സുബൈക്ക് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടി ആദ്യം ഹൃദയത്തിലേക്ക് എന്തെല്ലാം ഓടി വരുന്നറിയാം. ഖുർആൻ എടുത്തിരുന്നു, അപ്പോഴാ പല ആളുകളും നമുക്ക് പലതും പറഞ്ഞിട്ട് വരുന്നത് അതവിടെ വെച്ച് മടക്കി വെച്ച് പോന്നു അല്ലേ? അല്ലേ? ദുഹർക്ക് നിന്നോ, പടച്ചോൻ ഇനി അസർക്ക് കുട്ടികൾ വരും, എന്തൊക്കെ ഉണ്ടാക്കും, ചിന്ത അവിടെ നോട്ടാ. ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ചിന്തകളൊക്കെ ആയിട്ട് നമ്മൾ നിസ്കാര ഇബാദത്തുകളൊക്കെ ഇങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ കടന്നു പോകുന്നത്. അതൊക്കെ എടുത്തു നോക്കിയിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ചവൻ അതിനകത്ത് ഒന്നും കാണത്തില്ലടാ. പിന്നെ നമുക്ക് വിജയിക്കാനുള്ള എന്താ? വിജയിച്ച ആളുകളുണ്ട് ദുനിയാവിൽ നിന്ന്, അവരുടെ കൂടെയെങ്കിലും ഒന്ന് കയറിയിട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം അല്ലേ? വേണ്ട അല്ലേ? ആ വിജയിച്ച ആളുകളുടെ കൂടെയെങ്കിലും നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പുണ്യമായ വ്യാഴാഴ്ച ദിവസമാണ് അല്ലെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിലെ നമ്മളുള്ളത്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മഹത്വമായ ദിനമാണ്, രാത്രിയാണ്. ഇന്നത്തെ രാത്രിയിൽ എൻ്റെ പ്രിയമുള്ളവർ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കോ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ല മുത്തുനബിക്ക്. ഇന്നത്തെ രാത്രിയിൽ നാളെ ജുമുഅ നമസ്കാരം സമയം വരെ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഏറ്റവും വിജയിക്കാനുള്ള വഴികൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രാവശ്യം ഈ ഒരാഴ്ചയിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതി, ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്തു. ആ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്തിട്ട് അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സഹായം ഓരോ കാര്യത്തിലും നമുക്കുണ്ടാകും. നമ്മൾ വിജയിക്കും, നമ്മൾ പരാജയപ്പെടില്ല. അതിനകത്ത് ഒരാൾ മരിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, അവൻ സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ.